ഡോക്ടർ, അപ്പോൾ ഈ ആൻജിയോഗ്രാം ചെയ്യാൻ പറയുന്നത് എപ്പോഴാണ്? അത് ഇപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ടോ? അത് നമ്മുടെ വേറൊരു സബ്ജക്റ്റാണ്. നമുക്ക് ഹാർട്ട് അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ആൻജിയോഗ്രാം ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻവേസീവ് ടെസ്റ്റാണ്. നമുക്ക് അതിന് ഡൈ ഇൻജെക്റ്റ് ചെയ്യുക. അത് ഇൻവേസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നീഡിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവേശിപ്പിക്കുന്ന ടൈപ്പിലുള്ള. കാരണം ഈ അറ്റാക്ക് കഴിഞ്ഞവരോട് ചോദിക്കുന്ന പൊതുവെ ഒരാളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആൻജിയോഗ്രാം കഴിഞ്ഞായിരുന്നോ എന്നാണ്. അപ്പോൾ ഈ ആൻജിയോഗ്രാം സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. സ്ക്രീനിങ് ടെസ്റ്റ് അല്ല, അത് ഒരു അക്യൂട്ടായിട്ട് സിംറ്റംസ് ഉള്ള ഒരാൾ ഏകദേശം ഒരു ഡോക്ടറിന് ബോധ്യമായി ഇതൊരു ഹാർട്ട് അറ്റാക്ക് ആണ്. അങ്ങനെയുള്ളവരുടെ എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് എവിടെയൊക്കെ ഉണ്ട്, ഇനി അടുത്ത് എന്താണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ളൊരു ടെസ്റ്റാണ് ആൻജിയോഗ്രാം. പലപ്പോഴും ഈ ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നിഗമനം അല്ലെങ്കിൽ ആ ഡോക്ടറുടെ കാർഡിയോളജിസ്റ്റാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട് അത് ഇമ്മീഡിയറ്റ്ലി തന്നെ ആൻജിയോഗ്രാം അതിൻ്റെ ടെസ്റ്റ് കൊറോണറി ആൻജിയോഗ്രാം ചെയ്തതിന് ശേഷം പലപ്പോഴും ടാബ്ലറ്റ് കൊടുത്ത് വിട്ടാൽ മതിയോ, അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റെൻറ്റ് പോലെയുള്ള സാധനങ്ങൾ അപ്ലൈ ചെയ്യണമോ, പിന്നെ കൊറോണറി ആർട്ടറി ഗ്രാഫ്റ്റിംഗ് അത് ചെയ്യണോ, CABG അത് ചെയ്യണോ എന്നുള്ള ചികിത്സയിലോട്ടങ്ങ് കിടക്കുകയാണ് പതിവ്. പക്ഷേ അധികം പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പിന്നെ ഫർദർ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള ടാബ്ലറ്റ്സിലോട്ട് കിടക്കും. യുവതലമുറയിൽ അല്ലെങ്കിൽ ഈ ഒരു ജനറേഷനിൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടാണോ ഈ ഒരു ഹൃദയാഘാതം ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഏറ്റവും പ്രധാന കാരണങ്ങളിലൊന്ന്. പക്ഷേ നമുക്ക് അതിൽ ഒന്നിലും ഒരു കാരണം മാത്രം പറയാതെ അതിൻ്റെ മുഴുവൻ കാരണങ്ങളും പറയാം. ഒന്ന് സ്ട്രെസ് ഇതിനൊരു കാരണമാണ്. സ്ട്രെസ് നമുക്ക് കുറയ്ക്കാനായിട്ട്, അതായത് സ്ട്രെസ് കുറച്ചാൽ അറ്റാക്കിന്റെ സാധ്യതയും കുറയുമെന്ന് കേട്ടിരിക്കുന്നു, അത് സത്യമാണോ? ഡെഫിനറ്റ്ലി കുറയും. സ്ട്രെസ് കുറച്ചാൽ അറ്റാക്ക് എന്ന് മാത്രമല്ല, നമുക്കുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും നമുക്ക് സ്ട്രെസ് കൊണ്ട് ഒരുവിധപ്പെട്ട നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല അസുഖങ്ങളും സ്ട്രെസ് കാരണം ഉണ്ടാകുന്നതുമാണ്. ഉണ്ടാകുന്ന അസുഖങ്ങളും ഉണ്ട്, സ്ട്രെസ് കാരണം അത് കൂടുകയും ചെയ്യും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഹാർട്ട് അറ്റാക്കിന് കാരണങ്ങളായിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് ബ്ലഡ് പ്രഷർ, രണ്ട് ഹൈ കൊളസ്ട്രോൾ ലെവൽ, പിന്നെ അതേപോലെ തന്നെ ഡയബറ്റിക്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക്, ചികിത്സിക്കാത്ത ഡയബറ്റിക്, പിന്നെ ഒബിസിറ്റി, അമിതമായിട്ടുള്ള വണ്ണം. ഇത് കൂടാതെ ഫാമിലിയൽ, അതായത് ജനറ്റിക്കലി തന്നെ ചില ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വരാൻ കൂടുതൽ സാധ്യതയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഫാമിലി ഹിസ്റ്ററിയിൽ ഇതുപോലെ അറ്റാക്ക് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് വരാതിരിക്കാൻ അവർ നേരത്തെ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടോ? അത് എഫക്റ്റീവ് ആണോ അങ്ങനെ എടുത്താൽ തന്നെ? ഡെഫിനറ്റ്ലി ആണ്. ഈ പറഞ്ഞ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ വളരെ മെലിഞ്ഞിട്ടാണ്, എനിക്ക് കൊളസ്ട്രോൾ ഒന്നുമില്ല, എനിക്ക് പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും മെലിഞ്ഞിരുന്നാലും കൊളസ്ട്രോൾ ഇല്ലെങ്കിലും ഷുഗർ ഇല്ലെങ്കിലും ഒക്കെ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. മെയിൻ പോയിന്റ് ആണ്. കാരണം എല്ലാവരും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എനിക്ക് എങ്ങനെ. വർക്കൗട്ട് ചെയ്യുന്ന പലരും ആ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്, സ്ട്രോക്ക് വരുന്നുണ്ട്. അതിന്റെ കാരണം നമുക്ക് പലർക്കും ഇൻബോൺ ആയിട്ട് ജനറ്റിക്കലി തന്നെ ഹാർട്ടിന് പ്രശ്നം വരാനുള്ള ചാൻസ് ഉള്ള ആൾക്കാരായിരിക്കും. താങ്കളത് ചോദിച്ചത് നന്നായി. അത് ആക്ച്വലി അത് കണ്ടുപിടിക്കാനും ഇപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. നേരത്തെ നമ്മൾ ആൻജിയോഗ്രാം ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അല്ല എന്ന് പറഞ്ഞതുപോലെ, ഓക്കെ, നമുക്ക് നേരത്തെ സ്ക്രീനിങ് ടെസ്റ്റിലോട്ട് വരാം. ഒന്ന് BP അറ്റ്ലീസ്റ്റ് ഇയർലി എങ്കിലും BP ചെക്ക് ചെയ്ത് വയ്ക്കുക. BP ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് മരുന്ന് കഴിക്കുക. രണ്ട്, ഈ പറഞ്ഞ ഷുഗർ നോക്കുക. കൊളസ്ട്രോൾ ലെവൽ, ലിപ്പിഡ് പ്രൊഫൈലാണ്, അത് കൊളസ്ട്രോൾ ലെവൽ ചെക്ക് ചെയ്ത് കൊളസ്ട്രോൾ നമ്മൾ നോക്കി കൺട്രോൾ ചെയ്ത് വയ്ക്കുക. ഇത് കൂടാതെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നമുക്ക് ഒബിസിറ്റി പോലെ ഉള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് വയ്ക്കുക. അവസാനമായിട്ട് ഈ ചോദിച്ച ഫെമീലിയൽ, അതായത് ഇതൊന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിലും ലിപ്പോപ്രോട്ടീൻ എ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് സാധാരണ കൊളസ്ട്രോൾ അല്ല, ലിപ്പോപ്രോട്ടീൻ എ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. സാധാരണ കൊളസ്ട്രോളിൻ്റെ കൂട്ടത്തിൽ അവർ പലതും ചെയ്യാറില്ല. അതിൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ട് നമുക്കിത് വരാൻ ചാൻസ് ഉള്ള ആളാണോ ഇല്ലയോ എന്ന് മുൻകൂട്ടി കണ്ടുവരും. അതുപോലെ തന്നെ കൊറോണറി കാൽഷ്യം സ്കോർ, അതൊരു CT സ്കാനാണ് ഹാർട്ടിൻ്റെ. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിൽ എത്ര ശതമാനം കാൽഷ്യം ഓൾറെഡി ഡെപ്പോസിറ്റഡ് ആണ്, അത് വെച്ചിട്ടും നമുക്ക് പിന്നീട് ഇത് വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഹൈ സെൻസിറ്റിവിറ്റി CRP എന്ന് പറയുന്ന വേറൊരു ടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഒരു കാർഡിയോളജിസ്റ്റ് അവർക്ക് മുൻകൂട്ടി കാണാൻ പറ്റും ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉള്ള ഒരാളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ പ്രിക്കോഷൻസ് എല്ലാം മുൻകൂട്ടി എടുക്കണം. ചില രാജ്യങ്ങളിൽ ഒരുപാട് ഈ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉള്ളവർ ഓൾറെഡി തന്നെ അവർ ബ്ലഡ് തിന്നേഴ്സ്, അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് പ്രിവെൻഷനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ